വിദ്യാർത്ഥി പരിഷത്തിന്റെ ദേശീയ അധ്യക്ഷനായിരുന്ന പ്രൊഫസർ യശ്വന്ത്റാവു ഖേൽക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഡിസംബർ 7. ABVPയെ ദേശവ്യാപകമായ ഒരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കാര്യമായ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് പ്രൊഫസർ യശ്വന്ത്റാവു ഖേൽക്കറിൻ്റെത്. അദ്ദേഹത്തിന്റെ സംഘടനാ പദ്ധതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, കാര്യപദ്ധതി ABVPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനമാണ് അല്ലെങ്കിൽ സംഭാവനയാണ് അദ്ദേഹം ABVPക്ക് ചെയ്തത്. ഈ ഒരു സമയത്ത് ABVPയുടെ മുൻ ദേശീയ ഉപാധ്യക്ഷനും ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദക്ഷിണ കേരള പ്രാന്ത സഹസമ്പർക്ക പ്രമുഖമായ ശ്രീ M. ജയകുമാർ അദ്ദേഹമാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ശ്രീ യശ്വന്ത്റാവു ഖേൽക്കറെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് അദ്ദേഹത്തിന് നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ട്. ശ്രീ ജയകുമാർ, ഇപ്പൊ പൊതുവെ ഒരു സംഘടനകൾ, ആ സംഘടനകൾ എന്ന് പറയുന്നത് ജനക്കൂട്ടമല്ല, മറിച്ച് അതിനെ യോജിപ്പിക്കുന്ന ഒരുപാട് കണ്ണികളുണ്ട് സംഘടനക്കകത്ത്. അത് ഒരു യന്ത്രമല്ല, സംഘടനാ യന്ത്രം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ പിറകിലൊരു മനുഷ്യരാണുള്ളത്. അങ്ങനെയൊക്കെയുള്ളൊരു സഹാനുഭൂതി അതൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമല്ലേ യശ്വന്ത്റാവു ഖേൽക്കറിൻ്റെത്? തീർച്ചയായിട്ടും യശ്വന്ത്റാവുജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് സ്വയം കാട്ടിക്കൊടുത്തൊരു വ്യക്തിത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും പ്രവർത്തകരെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള ജീവിതശൈലി നമുക്ക് കാണാൻ സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലായാലും ശരി. 1925 ഏപ്രിൽ 25 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിലായാലും ശരി, കോളേജ് വിദ്യാഭ്യാസമായാലും ശരി, ഉന്നത ശ്രേണിയിലാണ് അദ്ദേഹം വിജയിച്ചത്. BA വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് പോയി. ഏകദേശം അദ്ദേഹം 45 അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് പോയി. സോലാപൂർ ജില്ലാ പ്രചാരകനായിരുന്നു. 7 വർഷക്കാലത്തോളം പ്രചാരകമായിട്ട് ജീവിതം അനുഷ്ഠിച്ചു. തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം PG എടുത്തിരുന്നത്. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഇടയ്ക്ക് 2 വർഷക്കാലം അന്ന് ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന കാര്യാലയം പൂനെയിലായിരുന്നു. ആ പൂനെയിലെ കാര്യാലയ മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാര്യാലയത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആ സമയത്താണ് അദ്ദേഹം ശരിക്കും MAക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. 55 അദ്ദേഹം MAക്ക് ആ സർവകലാശാലയുടെ 1ാം റാങ്കോടുകൂടി അദ്ദേഹം പാസ്സാവുകയാണ് ചെയ്തത്. അതിനുശേഷം 55 തന്നെ അദ്ദേഹം കോളേജിൽ അധ്യാപകനായി. 56 നാഷണൽ കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. 1 വർഷക്കാലം മറ്റൊരു കോളേജിൽ പ്രവർത്തിച്ചു. അതിനുശേഷം 56 നാഷണൽ കോളേജിൽ, റിട്ടയർമെൻറ്റ് വരെ നാഷണൽ കോളേജിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ കാലത്താണ് അദ്ദേഹം 58 സംഘത്തിൻ്റെ ഒരു യോജന അനുസരിച്ച് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കാര്യമായ പ്രയത്നം, താഴേക്കടയിലുള്ള പ്രയത്നമാണ് അദ്ദേഹം നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതായത് കുട്ടികളെ കൊണ്ട് മെമ്പർഷിപ്പ് ചേർപ്പിക്കുന്നു, നഗരപരിഷത്തുകൾ സംഘടിപ്പിക്കുന്നു, നിത്യേന പരിപാടികൾ, ഒരു വർഷത്തിൽ നിരവധി പ്രോഗ്രാം നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് യശ്വന്ത്റാവു ഖേൽക്കർ. തീർച്ചയായിട്ടും അദ്ദേഹം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ അദ്ദേഹം താഴേക്കടയിൽ തന്നെ പ്രവർത്തനം നടത്തിയിരുന്നു. അപ്പോൾ നഗരപരിഷത്തിൻ്റെ പ്രവർത്തനം, ചെറിയ ചെറിയ യൂണിറ്റുകൾ നഗരങ്ങളിലുണ്ടാകുക, അതോടൊപ്പം തന്നെ അതിൽ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അധ്യാപകരും പ്രവർത്തിക്കുന്നൊരു ശൈലി. കാരണം അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇതൊരു വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. പക്ഷെ അതൊരു പെർമനന്റ് ഓർഗനൈസേഷനായിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അധ്യാപകരുടെ പങ്കും കൂടി അതിൽ വേണം. പെർമനന്റ് ഓർഗനൈസേഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചോളം നല്ലത് എന്ന് അദ്ദേഹം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരപരിഷത്തിലും അതോടൊപ്പം തന്നെ കോളേജ് യൂണിറ്റിലുമൊക്കെ ആ തരത്തിലുള്ളൊരു പ്രവർത്തനം ആവിഷ്കരിച്ചത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ നിരവധി ഗുണങ്ങൾ വളർത്തുന്ന തരത്തിൽ സംഘടന വളർത്തിയെടുക്കുന്നില്ല അദ്ദേഹം. അത് നഗരപരിഷത്തിൻ്റെ യോഗത്തിലായാലും ശരി, ബൈഠക്കുകളിലായാലും ശരി, അതല്ല പഠന ശിബിരങ്ങളിലായാലും ഒക്കെ ഒരു വിദ്യാർത്ഥികളുടെ
ചർച്ച ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, അവരുടെ സംവേദന ശക്തി വർദ്ധിപ്പിക്കുക, ഈ തരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്ന തരത്തിൽ ബൈടെക്കുകളും അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളും ആവിഷ്കരിക്കുന്നതിൽ മുഖ്യ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗുണങ്ങളൊക്കെ തന്നെ നമ്മൾ സ്വയം അല്ലെ ഫസ്റ്റ് പേഴ്സൺ അപ്രോച്ച് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം എപ്പോഴും പറയാറെന്ന് വെച്ചാൽ ആദ്യം തന്നിൽ തന്നെ ആ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്ന രീതി ഉണ്ടാവണമെന്ന്. നിരവധി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഈ യാത്ര ചെയ്യുന്നത് തൻ്റെ പ്രൊഫഷൻ, അതായത് അദ്ദേഹം അധ്യാപകൻ എന്നുള്ളതിലേക്ക് അവിടെ യാതൊരുവിധ കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ആ കോട്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം കോളേജ് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച കോളേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ യാത്ര പുറപ്പെടും. തിങ്കളാഴ്ച രാവിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു, രാവിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നു. ഈ തരത്തിൽ ഒരു സ്ഥാനീയ കാര്യകർത്താക്കളെ സംബന്ധിച്ചോളം വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് യശ്വന്ത്റാവുജി എന്ന് കാണാൻ സാധിക്കും. ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ അദ്ദേഹം ഇടയ്ക്ക് ഏതോ ഒന്നിൽ ഞാൻ വായിച്ചിരുന്നു. അതായത് അദ്ദേഹം ഒരു സ്ഥലത്തുനിന്ന് ശനി ഞായറുടെ പ്രവാസത്തിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പം ട്രെയിനിൽ ഭയങ്കര തിരക്കുണ്ട്. അപ്പം മറ്റ് പ്രവർത്തകരൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം നമുക്ക് റിസർവ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എനിക്കിന്ന് പോകണം, ജോലിയുണ്ട്. തിരക്കി ട്രെയിനിൽ ഇരുന്നിട്ട് രാത്രി ട്രെയിനിനകത്തിരുന്നാണ് അദ്ദേഹം ടീച്ചിങ് നോട്ടുകളൊക്കെ തയ്യാറാക്കിയിരുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അത്രയും താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടുള്ള ഒരു പ്രതിബദ്ധത വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. അതെ, അത് മാത്രമല്ല, അദ്ദേഹം കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് നല്ല തയ്യാറെടുപ്പ് നടത്തിയിട്ട് മാത്രമേ പഠിപ്പിക്കാൻ പോകാറുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്, ആ കാലത്ത് അദ്ദേഹത്തോടെ പ്രവർത്തിച്ച മുതിർന്ന കാര്യകർത്താക്കൾ പറയാറുണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു റെഫറൻസും ഇല്ലാതെ തന്നെ പോയി പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഓരോ ക്ലാസ്സിന് മുമ്പും അതിന് തയ്യാറെടുപ്പ് നടത്തുക, ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജീവിതം. ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ പഠിപ്പിക്കുന്ന സമയത്ത് ശരിയായ ധാരണയില്ലാതെ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ വളരെയധികം ഇഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ABVP ഒരു വർക്കിംഗ് സിസ്റ്റം, ഒരു കാര്യപദ്ധതി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം വളരെയധികം മുൻകൈ എടുത്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ കാര്യപദ്ധതി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച നിഷ്ഠയാണ്. ഒരുപക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഇത് കേൾക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. കാരണം അദ്ദേഹം പറയുക എന്താണ്, ഈ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണിത്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അതിൽ പ്രാധാന്യം ഇല്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ ടീം വർക്ക്, കൂട്ടായ പ്രവർത്തനം, ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ടുവന്നു, കൂട്ടായ തീരുമാനമെടുക്കൽ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബൈടെക്കുകളിലൊക്കെ വിഷയം ആരെങ്കിലും അവതരിപ്പിക്കുകയും അത് പൂർണ്ണമായി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു ശൈലി കൊണ്ടുവന്നു. അതായത് അനേകം അഭിപ്രായം ഉണ്ടാവും, പക്ഷെ തീരുമാനം ഒന്നാണ്, അല്ലെ? തീരുമാനം ഒന്ന് എന്നുള്ളത്. അത് മാത്രമല്ല, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സംഘടനയുടെ തീരുമാനം, എല്ലാവരുടെയും തീരുമാനമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഇടയിൽ വളർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിപാടികളൊക്കെ നടന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കുന്നു, ഇംപ്ലിമെന്റ് അല്ലെ, മൈന്യൂട്ടായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് റിവ്യൂ ചെയ്യുന്നു, അങ്ങനെ ഒരു വർക്കിംഗ് സിസ്റ്റം. അദ്ദേഹം പ്ലാനിങ് ഇൻ അഡ്വാൻസ്, പ്ലാനിങ് ഇൻ ഡീറ്റെയിൽ, അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനം, ഫോളോ അപ്പ്, പരിപാടി കഴിഞ്ഞാലുള്ള തുടർ പ്രവർത്തനം, ഇതിനൊക്കെ വിദ്യാർത്ഥികളെ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൈടെക്കുകളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഓരോ പരിപാടിക്കും പ്രത്യേക സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ആ സബ് കമ്മിറ്റിയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഏത് ഘടകത്തിലാണോ ആ ഘടകത്തിൽ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്നു. ഈ തരത്തിൽ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും കൂട്ടായ തീരുമാനമെടുക്കലിൻ്റെയും ഒരു അന്തരീക്ഷം, പ്രവർത്തന ശൈലി, അത് വിദ്യാർത്ഥി പരിഷത്തിൽ കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു യശ്വന്ത്റാവുജി. ഒരു സംഘടനാ ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹം പലപ്പോഴും ഈ വ്യക്തിപരമായ ഇടപെടലുകളെ കുറിച്ച്, കാരണം ഒരാൾക്ക് എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരാൾ കേട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവരുത്, ഏതൊരാളുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇടയ്ക്കൊരു സൈക്കോളജി പ്രൊഫസർ ആയിരുന്നൊരു, എനിക്ക് തോന്നുന്നു മനോഹർ റാവു ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഞാൻ എവിടെ വായിച്ചിരുന്നു. അതായത് അദ്ദേഹം ABVP ഒരു ബൈഠക്കിൽ പങ്കെടുക്കുകയാണ്. അപ്പം അതിലൊരു മുതിർന്നൊരു പ്രവർത്തകൻ
ബൈടെക് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തോ കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കോളേജ് അധ്യാപകരൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പല കുട്ടികളും ഉഴപ്പരായ കുട്ടികളൊക്കെ ഇങ്ങനെ പലതും കുറിച്ച് കാണും. അപ്പൊ അങ്ങനെ ABP ഒരു മുതിർന്ന പ്രവർത്തകൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി. അപ്പൊ ബ്രേക്ക് സമയത്ത് അദ്ദേഹം ഇദ്ദേഹത്തോട് യശ്വന്ത് റാവുജിയോട് പറയാണ്, എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് വേണ്ട, അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ്, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, അദ്ദേഹം ഇപ്പോൾ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം കുടുംബപരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അപ്പോഴാണ് മനോഹർ റാവുവിന് തോന്നുന്നത്, ഒരു സൈക്കോളജി അധ്യാപകനായ എനിക്ക് പോലും തോന്നാത്ത ഒരാളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ യശ്വന്ത് റാവുവിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. പല പ്രവർത്തകരും ആ തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ഒരു ബൈടെക്കിൽ അദ്ദേഹം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബൈടെക്കിൽ വന്നത്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ കണിശക്കാരനായിരുന്നു. അപ്പോൾ ആരും തന്നെ ബൈടെക്കിൽ താമസിച്ച് വരാൻ പാടില്ല, നേരത്തെ പോകാൻ പാടില്ല, പൂർണ്ണമായി ബൈടെക്കിൽ പങ്കെടുക്കുക, ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കണിശതയുള്ള ആളായിരുന്നു. ഒരു ബൈടെക്കിൽ, അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്ന ബൈടെക്കിൽ, വിദ്യാർത്ഥി പക്ഷത്തിന് ബൈടെക്കിൽ ഈ താമസിച്ച് തുടങ്ങുക എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു പ്രധാന കാര്യകർത്താവ് അരമണിക്കൂർ താമസിച്ചു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യകർത്താവിൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, യശ്വന്ത് റാവുജി എന്തായാലും വഴക്ക് പറയും, കാരണം അരമണിക്കൂർ താമസിച്ചാണല്ലോ വന്നത്. പക്ഷെ ബൈടെക് കഴിഞ്ഞ് മറ്റു കാര്യകർത്താക്കളോടൊക്കെ കുശലം പറഞ്ഞു. അതിനുശേഷം ഈ കാര്യകർത്താവിൻ്റെ തോളിൽ തട്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തായിരുന്നു പ്രശ്നം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അസുഖമായി, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഒരു പ്രവർത്തകൻ, ആ പ്രവർത്തകനിലുള്ളൊരു വിശ്വാസം, അയാൾ താമസിച്ച് വരില്ല, താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പം അത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അയാളുടെ വിഷമതകളിലൊരു സംവേദന ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഒരാൾ ബൈടെക്കിൽ താമസിച്ചു വന്നാൽ അത് കൃത്യമായിട്ട് തന്നെ ബൈടെക് നടക്കുന്ന സമയത്ത് ഒരാൾ താമസിച്ചു വന്നു, താമസിച്ച് 5 മിനിറ്റ് മാത്രമേ താമസിച്ചുള്ളൂ. പക്ഷെ അദ്ദേഹം കയറിയിരിക്കാൻ പറയുന്നതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ലോക്കിലേക്ക് നോക്കി. അപ്പൊ ഈ കാര്യകർത്താവിന് മനസ്സിലായി, ഞാൻ താമസിച്ചു വന്നത് അദ്ദേഹം ഒരു നോട്ടത്തിലൂടെ അദ്ദേഹം അത് കൺവേ ചെയ്യാൻ കഴിഞ്ഞു. അത് ഏതോ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു ബുക്കിൽ തന്നെ ഞാൻ വായിച്ചു, എനിക്ക് തോന്നുന്നു യശ്വന്ത് റാവു കേൽക്കറെ കുറിച്ചുള്ള പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. കുറെ അധ്യാപകരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു സെഷൻ കഴിഞ്ഞു, അടുത്ത സെഷനിലേക്ക് കുറെ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങിയാലും മതി എന്നുള്ളതായിരുന്നു സംഘാടകന്റെ ഒരു നിലപാട്. അദ്ദേഹം ABP പ്രവർത്തകനാണ്. അത് നിലപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ നോട്ടത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായതാണ്. പക്ഷെ അദ്ദേഹം യശ്വന്ത് റാവു എന്ത് ചെയ്തു, ആളുകളോടൊക്കെ കൂടുതൽ സംസാരിച്ചു. 2 മിനിറ്റ് മുമ്പ് പെട്ടെന്ന് ഇടിച്ചു കയറി അദ്ദേഹം മുകളിലേക്ക് കയറിയിരുന്നു. അപ്പം എല്ലാവരും കയറിയിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അതായത് എങ്ങനെയാണ് കൃത്യസമയത്ത്, കാരണം മറ്റു പലരും പല സ്ഥലത്തുള്ള ആളുകൾ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഗൗനിക്കാതെ നമ്മൾ നിശ്ചയിച്ച പരിപാടി നമ്മൾ കൃത്യസമയത്ത് നടത്തുന്നു. അത് അദ്ദേഹത്തിന് ഞാൻ അരമണിക്കൂർ തലേ ദിവസം നഗർ സെക്രട്ടറിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നടത്താൻ കഴിയാത്ത കാര്യം 2 സെക്കൻഡ് കൊണ്ട് പ്രവൃത്തിയിലൂടെ യശ്വന്ത് റാവുജി ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ വായിച്ചു. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഏതോ അതുപോലെ തന്നെ ഒരു ചായ കുടിക്കുന്ന ഒരു സെഷന്റെ ഇടയിൽ ചായ എത്താൻ വൈകി, 2 സെഷന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ. അപ്പം ചായ എത്താൻ വൈകിയ സമയത്ത് ചൂടുള്ള ചായയാണ്, ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിസിൽ വന്നു, ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കയറാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം കുറച്ച് ചായയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കുടിച്ചിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ബൈടെക്കിൽ പങ്കെടുത്തു എന്ന് പറയുന്നത്. അവർ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ കൃത്യനിഷ്ഠ. അത് പ്രവർത്തന പദ്ധതിയിലെ ഓരോ ചെറിയ അംശവും വളരെ കൃത്യനിഷ്ഠയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം തന്നെ അത് പരിശ്രമിച്ചിരുന്നു. മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് ശീലിപ്പിക്കുകയല്ല, സ്വന്തം പ്രവർത്തനത്തിലൂടെ, സ്വന്തം പെരുമാറ്റത്തിലൂടെ അത് മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഇന്ന് നമ്മളിപ്പം വളരെ മുമ്പുള്ള എത്രയോ വർഷം മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അന്നത്തെ കാലഘട്ടം. അന്ന് പോലും അദ്ദേഹം സാമൂഹ്യമായ സോഷ്യൽ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുൻകൈയെടുത്തു. അതേപോലെ തന്നെ സ്ത്രീകളെ, പെൺകുട്ടികളെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നതിന് അദ്ദേഹം
പറയാറുണ്ടായിരുന്നു, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനകത്ത് ബൊക്കെ കൊടുക്കാൻ മാത്രമോ അല്ലെങ്കിൽ സ്വാഗതം പറയാൻ മാത്രമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറിയുടെ പണിയെടുക്കുന്ന ആളുകളല്ല. അവർക്ക് ഫുൾ ടൈമർ ആകാൻ പറ്റും, അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് മറ്റെല്ലാ പുരുഷന്മാർ ചെയ്യുന്ന, ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇക്വാലിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ ഒരു ഉണ്ടായിരുന്നു. ഈ സാമൂഹ്യ പരിവർത്തനം അല്ലെങ്കിൽ സാമാജിക സമരസത, ഇത് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, സർവസ്പർശി. സർവസ്പർശിയായിരിക്കണം വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനം, സമൂഹത്തിന്റെ എല്ലാ ഒന്ന്. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും സംഘടനാ പ്രവർത്തനം എത്തുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുക, എല്ലാ വിഭാഗത്തിലും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനത്തിലുണ്ടാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഡിസംബർ 6 അംബേദ്കർ ചരമദിനം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ആദ്യമായിട്ട് ആചരിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി പരിഷത്തായിരിക്കും. അത് വെറും ഒരു പ്രോഗ്രാം എന്നുള്ളതിലുപരി വിദ്യാർത്ഥികളുടെ ആ കാഴ്ചപ്പാട് വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഡിസംബർ 6 സാമൂഹ്യ സമരസത ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകാൻ വേണ്ടിയിട്ടുള്ളത് നടത്തി. കാലാനുസൃതം എന്നൊരു വാക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു അല്ലേ? തീർച്ചയായും. അത് അതായത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എല്ലാ പഴയ കാര്യങ്ങളും പുനഃസൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തിയാണ് സമാജത്തിലേക്ക് വരേണ്ടത് എന്നുള്ള അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു താത്വികമായ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ സമൂഹം എന്നും മാറ്റങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടേയിരുന്നതാണ്. പക്ഷെ വൈദേശിക ആക്രമണമൊക്കെ വന്ന സമയത്ത് നമ്മളൊരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങിപ്പോയി. അത് വീണ്ടും നമ്മൾ തുറന്നു വിട്ടിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണം അല്ലെ? അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലും പലതരത്തിലുള്ള കാര്യങ്ങൾ കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു വെച്ചാൽ, ഈ ഓരോ മാറ്റവും തുടങ്ങുന്നത് എന്നിൽ സ്വന്തം മറ്റൊരാളിലേക്ക് നടക്കും, സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പ്രവൃത്തിയിൽ തുടങ്ങണമെന്ന് അദ്ദേഹം അതിൽ വളരെ കണിശക്കാരനായിരുന്നു. ഇപ്പൊ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രവർത്തകന്റെ അനുഭവം എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം വളരെ പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ഒരാളായിരുന്നു. പക്ഷെ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനത്തിൽ അങ്ങനെ ജാതി വേർതിരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും തന്നെ അങ്ങനെ അറിയില്ല. അതേസമയം യശ്വന്തരാവജിയുടെ വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇയാളുടെ ഏത് സമൂഹമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ജാള്യതയുണ്ട്, എനിക്ക് കയറി ഇരിക്കാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം സാധാരണ എല്ലാവരെയും വിളിക്കുന്ന പോലെ തന്നെ തോളിൽ കൈയിട്ട് യശ്വന്തരാവജി അദ്ദേഹത്തെ ഇരുത്തി. അതിനുശേഷം വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥിയോട്, ആ പ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം, നിങ്ങൾ അകത്ത് പോയി വെള്ളം എടുത്തിട്ട് വരും. അപ്പൊ ഈ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ആ കാലഘട്ടത്തില് വീട്ടിനുള്ളിലേക്ക് കയറിയിരിക്കാൻ പറയുക, അതിനുശേഷം വെള്ളം എടുത്തിട്ട് വരാൻ പറയുക, അടുക്കളയിൽ വരെ പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പൊ അത് ആ പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു, പിൽക്കാലത്ത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരു ദിശ കാണിച്ചു തന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയാറുണ്ടായിരുന്നു. അതേ ഇതുപോലെ ചില ഉദാഹരണം. ഇപ്പൊ അദ്ദേഹത്തിന്റെ 3 മക്കളായിരുന്നു. അതില് 2 മക്കൾ ഏകദേശം പ്രായത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, 1 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം സാധാരണ ചെയ്താൽ വെക്കേഷൻ വരുന്ന സമയത്ത്, ആ കുട്ടികളുടെ വെക്കേഷൻ വരുന്ന സമയത്ത് ആ വെക്കേഷനിൽ സമൂഹത്തിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, ഒരൊറ്റ മുറി മാത്രമുള്ള വീട്ടിൽ, അതോടൊപ്പം തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പുറത്തു പോകേണ്ടുന്ന ഒരു വീട്ടിൽ 7 ദിവസം ആ വിദ്യാർത്ഥികൾ താമസിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർക്ക് ഈ സംവേദനശീലം ഉണ്ടാവണമെങ്കിൽ, എന്താണ് ദാരിദ്ര്യം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ആ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ ആ അവരുടെ ജീവിതത്തോടുള്ള ഒരു സംവേദനക്ഷമത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അത് പുസ്തകത്തിൽ നിന്ന് വായിച്ചതുകൊണ്ടോ പ്രസംഗത്തിൽ നിന്നോ കിട്ടില്ല, സ്വയം അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ലഭിക്കൂ എന്നദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അതുപോലെ അത്തരത്തിലുള്ള നിരവധി പരിപാടികൾ സംഘടനയിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ
പരിശ്രമം അല്ല, ഈ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു വെച്ചാൽ അദ്ദേഹം ഒരാൾ പറയുന്നുണ്ട് 1 ഫോർ ഓൾ, ഓൾ ഫോർ വൺ എന്ന് പറയുന്നത് ഞാൻ പ്രവർത്തന പദത്തിൽ മനസ്സിലാക്കിയത്, എനിക്ക് അസുഖം വന്നു. അപ്പൊ എനിക്ക് അസുഖം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അസുഖം കൊണ്ട് എനിക്ക് പരിപ്പ് കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ എനിക്ക് പരിപ്പ് കഴിക്കാൻ മേലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാവരും പരിപ്പ് ഉപേക്ഷിച്ചു ആ സമയത്തേക്ക്. അപ്പൊ അതൊരു ആ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള. അതുപോലെ തന്നെ സംഘടനയിൽ ചില അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ ഒരു യൂണിറ്റിൽ ഈ ഒരു കോളനിയിൽ പോയിട്ട് സംവിധാനം നടത്തുക എന്നുള്ളൊരു ചർച്ച വന്നു. അപ്പോൾ അവരൊരു പ്രോഗ്രാമായിട്ട് നടത്താമെന്ന് നോക്കും. അപ്പോൾ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ആ കോളനിയിൽ പോകുന്നു. ആ കോളനിയിൽ പോയിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരാഴ്ച അവിടെ താമസിക്കുന്നു. അവരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. ഇതൊക്കെ ഈ ഒരു സാമൂഹിക പരിവർത്തനത്തിൻ്റെയും സംവേദനക്ഷമത വളർത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളായിരുന്നു. അപ്പോൾ ആ കോളനിയിൽ വിദ്യാർത്ഥികൾ പോയി സർവേ നടത്തി തിരിച്ചു വന്നു. അപ്പോൾ ഈ പരിപാടിക്ക് എന്ത് പേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ആ ബൈഠക്കിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ ചർച്ച ചെയ്ത സമയത്ത് പല ആൾക്കാർ, കാരണം വെച്ചാൽ നമ്മൾ അവിടെ കുറേ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പേര് വേണം. നമ്മളൊരു സർവീസ് ചെയ്യുകയാണ്, അപ്പോൾ ഒരു ശ്രമദാന പരിപാടി എന്നുള്ളതിലേക്ക് ഇടാം. അപ്പോൾ എല്ലാവരുടെയും ചർച്ച ആദരത്തിലായി. അപ്പോൾ ആ ചർച്ച വഴിതിരിച്ചു വിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് അവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കാനല്ല വിദ്യാർത്ഥികളായി നമ്മൾ അവിടെ പോകുന്നു. നമുക്ക് അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ജീവിത സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അത്തരത്തിലുള്ള ആൾക്കാരോട് ചേർന്ന് പ്രവർത്തിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അനുഭവം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി. അപ്പൊ അതുകൊണ്ട് ആ പരിപാടിക്ക് ശ്രമാനുഭവ ശിബിരം എന്ന് പേരിടണം. ശ്രമദാനമല്ല, ശ്രമാനുഭവമാണ്. സ്വന്തം വിദ്യാർത്ഥികൾക്ക്, കാര്യകർത്താക്കൾക്ക് അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കാഴ്ചപ്പാട് മാറി. എനിക്ക് അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകേണ്ടത്, അതല്ലാതെ അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾ വളർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളിലും കാണാൻ. ഈ നാഷണൽ ഇന്റഗ്രേഷൻ നമ്മൾ പറയുന്നതിന് പകരം മറ്റേ പ്രോഗ്രാം അല്ലേ? ഇപ്പോ അതും ശരിക്കും പറഞ്ഞാല് മഹാരാഷ്ട്രയിൽ തന്നെ ബോംബെയിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ നോർത്ത് ഈസ്റ്റിൽ പോയിരുന്നവർ, ആസാം മേഘാലയയുള്ള പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവരുടെ കോളേജ് എക്സ്കർഷന്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പൊ അങ്ങനെ യാത്ര ചെയ്ത് അവിടെ പോകുന്ന സമയത്താണ് ആ വിദ്യാർത്ഥികളിൽ സ്വകാര്യ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭവം, അവര് കാണുന്നത് ഇന്ത്യക്കാർ വന്നു എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഒരു വേറിടൽ മനോഭാവമുണ്ട്. ഇന്ത്യക്കാരാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇവരുടെ മനസ്സിൽ ഭയങ്കര വേദന ഉണ്ടാക്കി. ഭാരതത്തിന്റെ തന്നെ ഭാഗത്തില് അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ ആൾക്കാരും അങ്ങനെ എന്നുള്ള ഒരു വേദന ഉണ്ടാക്കി. അവർ തിരിച്ചു വന്നു. ഈ കോളേജില് വിദ്യാർത്ഥികൾ നടത്തിയ യാത്രയെക്കുറിച്ച് അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥി പക്ഷത്തിന്റെ പ്രവർത്തകർ അവരുടെ അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിദ്യാർത്ഥികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. അതിൽ യശ്വന്ത്റാവുജി ഉണ്ടാക്കി. അങ്ങനെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഏത് തരത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഇൻ ഇന്റർസ്റ്റേറ്റ് ലിവിംഗ് എന്ന് പറയുന്ന അന്തർദേശീയ സംസ്ഥാന അന്തർജീവിതത്തിൽ വിദ്യാർത്ഥികളുടെ. അപ്പോൾ ആ തരത്തിലുള്ള പരിപാടി ആവിഷ്കരിച്ചു. അതുപോലെ മൈ ഹോം ഈസ് ഇന്ത്യ എന്ന് മറ്റൊരു പരിപാടി ആലോചിച്ചു. സീൽ എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു, അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അവിടുത്തെ ആൾക്കാരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു, ഭക്ഷണ രീതി പരിചയപ്പെടുന്നു. അത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല, ആദ്യകാലത്ത് മുഴുവൻ ഇങ്ങോട്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കാര്യപരിപാടിയും കൂടി ആവിഷ്കരിച്ചത്. മൈ ഹോമീസ് അവിടുത്തെ വിദ്യാർത്ഥികൾ ബോംബെയിൽ വന്ന് താമസിക്കുക. അവിടുത്തെ വിദ്യാർത്ഥികൾ ബോംബെ, പൂനെ, അതുപോലെ ഡൽഹി, ബാംഗ്ലൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കാര്യകർത്താക്കളുടെ അല്ലെങ്കിൽ അനുഭാവികളുടെ വീട്ടിൽ തന്നെ താമസിച്ച് പഠിക്കുന്നു. അവരുടെ പഠനം കഴിഞ്ഞിട്ട് അവർ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകും. ഈ ഒരു ഇതാണ് മൈ ഹോം ഈസ് ഇന്ത്യ എന്നുള്ളത്. ഇപ്പോൾ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഇൻ ഇന്റർസ്റ്റേറ്റ് ലിവിങ്ങിന്റെ ജൂബിലി ആഘോഷ സമയത്ത് ബോംബെയിൽ നിന്ന് കുറെ ആൾക്കാർ അവിടെ പോയിരുന്നു. എന്നുവെച്ചാൽ ഈ തരത്തിൽ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഇന്റർസ്റ്റേറ്റ് ലിവിങ്ങിലെ ഹോസ്റ്റ് ആയിട്ടുള്ള ഫാമിലീസ്, മൈ ഹോം ഈസ് ഇന്ത്യയുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ഫാമിലീസ് അവിടെ പോയിരുന്നു. അങ്ങനെ പോയി അവര് ഒരു വ്യക്തിയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളെ
അന്വേഷിച്ച് കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കണ്ടെത്തുന്നത്, പരസ്പരം കാണുന്നത്. അങ്ങനെ കാണുന്ന സ്ഥിതി അവർ പെട്ടെന്ന് മനസ്സിലായി. അയാൾ ചോദിച്ചു, വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അയാൾ ക്ഷണിച്ചു, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ മേഖലയിലാണെന്ന് തോന്നുന്നു ആ വ്യക്തി അയാളുടെ പൂജാമുറി, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നു. അയാളുടെ പൂജാമുറി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ആ പൂജാമുറി പോകുമ്പോഴത്തേക്ക് ഈ ഏത് വീട്ടിലാണോ താമസിച്ചിരുന്നത് അവിടുത്തെ കാരണവർ, ഇയാളുടെ അച്ഛൻ്റെ ഫോട്ടോ പൂജാമുറിയിലുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, കാരണം എൻ്റെ ജീവിതം ഈ തരത്തിൽ ആയത് ആ ഒരു പഠനകാലത്ത് എൻ്റെ അനുഭവമാണ്. അപ്പം അത് ആ വ്യക്തിയിൽ നിന്നാണ് എനിക്ക് കിട്ടുക, അതുകൊണ്ട് ഞാൻ പൂജിക്കുന്നു എന്നുള്ളത്. അപ്പോൾ വ്യക്തികളുടെ മനസ്സിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യക്രമം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു യാത്രയ്ക്ക് പോയി തിരിച്ചു വന്നു, അത് ഒരു ബൃഹത്തായ പദ്ധതിയാക്കി മാറ്റി. നോർത്ത് ഈസ്റ്റിലെ ഒരു പക്ഷേ വളരെ വലിയൊരു വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമായിട്ട് അത് മാറി എന്നുള്ളതാണ് യഥാർത്ഥം. വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകരിടയിൽ തന്നെ അദ്ദേഹം ചില യോഗങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് പലരും പറയും ആസാമിൽ നമ്മൾ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി, അതൊന്നും കാര്യമായി ശരിയായില്ല, തമിഴ്നാട് നമുക്ക് തീരെ പ്രവർത്തനമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയിലെ പ്രവർത്തകർ അവിടെ അതില്ല ഇവിടെ ഇതില്ല എന്ന് വേവലാതിപ്പെടുന്നതിന് പകരം നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ, കാരണം കേരളത്തിലൊക്കെ എപ്പോഴും ഉള്ള ഒരു പ്രവർത്തകരുടെ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള ഒരു, അതിന് പകരം നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലത്ത് പ്രവർത്തനം കാര്യക്ഷമമാക്കിയാൽ സ്വാഭാവികമായും മറ്റു സ്ഥലത്തും വന്നുകൊള്ളും എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നത്. അങ്ങനെ ഒരു ധാരണ കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി പരിഷത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ യശ്വന്തറാവുജിയുടെ സംഭാവന എന്ന് പറയുന്നത് വളരെ വളരെ വലിയ സംഭാവനയാണ് നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാർത്ഥി പരിഷത്ത് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അത് ഡെവലപ്പ് ചെയ്തെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് യശ്വന്തറാവുജിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ലോകത്തൊരു സംഘടനയും ഒരു ചിന്തിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥി ശക്തി ആണ് രാഷ്ട്രത്തിന്റെ ശക്തി, സ്റ്റുഡൻസ് പവർ നാഷണൽ പവർ. ആ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ കേവലം വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നത്തിലും വിദ്യാർത്ഥികൾക്ക് റോളുണ്ട്. ഇന്നിപ്പോ ജെൻസി പ്രക്ഷോഭമൊക്കെ നടക്കുന്നില്ലേ, അദ്ദേഹം 1960-കളിൽ അത് ചിന്തിച്ചു. ഇന്നത്തെ വിദ്യാർത്ഥി നാളത്തെ പൗരനല്ല, ഇന്നത്തെ കൂടി പൗരനാണ്. അതുകൊണ്ടാണല്ലോ വിദ്യാർത്ഥികള് ബീഹാർ അജിറ്റേഷനിൽ പങ്കെടുത്തത്, അടിയന്തരാവസ്ഥക്കെതിരായിട്ട്, അടിയന്തരാവസ്ഥ വരുന്നതിന് മുമ്പ് അവിടുത്തെ അഴിമതിക്കെതിരായിട്ട്, വിലവർദ്ധനവിനെതിരായിട്ട് ഗുജറാത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഒരുപക്ഷെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വരെ രാജിവെക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രവർത്തനം, യശ്വന്തറാവുജി തന്നെ അടിയന്തരാവസ്ഥയിലെ വിസ അനുസരിച്ച് ജയിലിൽ കിടന്ന വ്യക്തിയാണ്. അപ്പൊ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രവർത്തനം, അതിനുശേഷം ഉണ്ടായ നിരവധി പ്രസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു ആശയാവിഷ്കാരത്തിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നേരത്തെ സൂചിപ്പിച്ചതിലെ കാര്യപദ്ധതി വളർത്തിയെടുക്കുന്നതിൽ. കാര്യപദ്ധതി എന്ന് പറയുമ്പോൾ വെറും ഒരു സംഘടനയുടെ സ്ട്രക്ചർ ആയിരുന്നില്ല, അനൗപചാരികമായിട്ട് നിരവധി കാര്യങ്ങൾ ആ കാര്യപദ്ധതിയിലേക്ക് ഉണ്ടായിരുന്നു. കാര്യപദ്ധതിയുടെ ഭാഗമായിട്ട് സാമൂഹികത, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് അദ്ദേഹം ഒരുമിച്ച് ഉറങ്ങുക, ഒരുമിച്ച് ഊണ് കഴിക്കുക, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ടീം വർക്കിന്റെ കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ അനൗപചാരിക ഒരു വലിയ പർവ്വതം കയറുന്ന ഒരു റോപ്പിൽ പിടിച്ചാണ് എല്ലാവരും കയറുന്നത് അല്ലെ, അത് അദ്ദേഹം ഇടയ്ക്ക് പറയാറുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ സാമൂഹികത എന്ന് പറയുന്നത് കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ അനൗപചാരികത, കാര്യകർത്താക്കളുമായിട്ട് അനൗപചാരികമായ സംഭാഷണത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക, പരസ്പരം അറിയുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ഈ തരത്തിൽ അനൗപചാരികത കൊണ്ടുവന്നു. അനാമികത, എല്ലാത്തിനും അദ്ദേഹം പറയാറുണ്ട്, സംഘടനയില് വ്യക്തികൾ എന്ന് പറയുന്നത്, വ്യക്തികൾക്ക് പ്രചാരം വേണ്ടത് സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്, വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അത് പറയേണ്ട സ്ഥലത്ത് മാത്രം പറയും. പക്ഷെ പ്രചാരം ആർക്ക് വേണ്ടിയിട്ടാണ്? സംഘടനയ്ക്കാണ്, വ്യക്തികൾക്കല്ല എന്നുള്ള
കാഴ്ചപ്പാട് അദ്ദേഹം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ളൊരു വിചാരം മനസ്സിൽ വരാതിരിക്കാം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആയത് എന്നുള്ളതിലേക്ക് അദ്ദേഹം ഇതിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു അഖിലേന്ത്യാ അധ്യക്ഷനായ, അത് കേവലം ഒരു വർഷം മാത്രമേ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നുള്ളൂ. അഖിലേന്ത്യാ അധ്യക്ഷനായ സമയത്തുള്ള പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു, ഞാൻ ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് അധ്യക്ഷനാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധ്യക്ഷനായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് മറ്റ് എന്താ ഒരു പ്രസിഡന്റും സെക്രട്ടറി ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിവേകാനന്ദന്റെ പടം വെച്ചാൽ മതി, ഞാൻ നിങ്ങളെപ്പോലെ ഒരു പ്രവർത്തകനാണ്, ഞാൻ നടന്നു വരാം. അപ്പൊ ഒരു വേറിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും കണക്കാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്പീച്ച് പറയുകയും ചെയ്തു, ആ ടീമിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ പ്രസിഡന്റാണ്, നാളെ മറ്റൊരാൾ പ്രസിഡന്റ് ആവും എന്ന് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞതായിട്ട് ഞാൻ പ്രയോജനം നോക്കിയിട്ടല്ല നമ്മൾ ആളുകളെ അളക്കുന്നത്. ഒരാളെ കൊണ്ടുവരുന്ന അയാളിൽ നിന്ന് എന്ത് പ്രയോജനം ലഭിക്കുന്നു നോക്കിയിട്ടല്ല. അതാണ് ആ ആളെ പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനകത്ത് എല്ലാവർക്കും പലതരത്തിലുള്ള നെഗറ്റീവ് പോയിന്റ്സ്, ന്യൂനതകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ അവർ തന്നെയാണ്, നമ്മളല്ല പരിഹരിക്കുന്നത്, അവർ തന്നെ പരിഹരിക്കാൻ അവരെ നമ്മൾ സഹായിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ ഏതൊരാൾക്കും തൻ്റെ വ്യക്തിപരമായ ചില ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ്സോ ഒക്കെ, അല്ലെങ്കിൽ തനിക്ക് ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് പറയാൻ പറ്റുമായിരുന്നു. അപ്പം ആ യശ്വന്ത് കയ്യിൽ അത് സുരക്ഷിതമായിരിക്കും, വേറെ ആരും അറിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഓരോ ആളുകൾക്കും അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അല്ല, അത് ശരിക്കും അദ്ദേഹം മറ്റു കാര്യകർത്താക്കൾക്ക് കാട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. കാരണം തന്നോടൊരു കാര്യം പറയുന്ന സമയത്ത് ആ കാര്യം ആരെയാണോ അറിയിക്കേണ്ടത് അവരെ മാത്രമേ അറിയാം. അപ്പൊ അതൊരിക്കലും തന്നെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കിടക്കാൻ പാടില്ല എന്നുള്ളതിലേക്ക് അദ്ദേഹം സൂചിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളോട് പറയുന്ന ആളിന് വിശ്വാസം ഉണ്ടാവും, ഇയാളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയിലാവില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം എന്നുള്ളതിലേക്ക് അദ്ദേഹം പലപ്പോഴും സൂചിപ്പിക്കും. പിന്നെ ബുദ്ധിയല്ല, സ്നേഹമാണല്ലേ, ഹൃദയത്തിൻ്റെതായ ഒരു ബന്ധമാണ് അദ്ദേഹം ആളുകളൊക്കെ, ഒരു ബൗദ്ധികതയേക്കാൾ ഉപരിയായിട്ട് ഹൃദയബന്ധമായിരുന്നു അദ്ദേഹം ഓർഗനൈസേഷനകത്ത് വളർത്തിയെടുത്തിരുന്നത്. യശ്വന്ത് ഖേൽക്കർ ഇന്ത്യ കണ്ട, കാരണം ABVP പോലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് മാറിയ ABVP വളർത്തിയെടുക്കുന്നതിൽ, കാരണം അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ തന്നെ, പക്ഷേ എല്ലാ പ്രവർത്തകരുമായിട്ടും സ്നേഹബന്ധം വെച്ചുകൊണ്ടും അവരുടെ ചിന്തകളെയും, കാരണം ഒരു സൈക്കോളജി അധ്യാപകനേക്കാൾ മികച്ച സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, സംഘാടകരെക്കാൾ മികച്ച സംഘാടകനായിരുന്നു, ബുദ്ധിജീവികൾ മികച്ച ബുദ്ധിജീവിയായിരുന്നു, അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എല്ലാവരോടും സഹാനുഭൂതി ഉണ്ടായിരുന്നു, സംവേദനക്ഷമത ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മികച്ച സംഘാടകനാണ്. അതുകൊണ്ടാണ് ഠേങ്ക്ഡിജി പറഞ്ഞത്, ചന്ദ്രാവു മരിച്ച സമയത്ത് ആ വില, അദ്ദേഹം പോയതിന്റെ വില നമ്മൾ ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ, അതിപ്പോഴൊന്നും ആ വിടവ് നമുക്ക് നികത്താൻ കഴിയില്ല എന്നാണ് ഠേങ്ക്ഡിജി പറഞ്ഞത്.